ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രഖ്യാപിച്ച പുതിയ ദേശീയ ഭാരവാഹി സംഘം പാർട്ടിയുടെ സംഘടനാ സമീപനത്തിൽ പുതിയൊരു ഘട്ടത്തിന് തുടക്കമിടുന്നതിന്റെ സൂചനയാണ്. പരിചയസമ്പന്നരായ നേതാക്കളെ നിലനിർത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്ന തരത്തിലാണ് ദേശീയ ടീമിന്റെ പുനഃസംഘടന. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള ദീർഘകാല സംഘടനാ തയ്യാറെടുപ്പായാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. പുതിയ ടീമിൽ 13 ദേശീയ ഉപാധ്യക്ഷന്മാരും 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരുമാണ് ഉള്ളത്. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് ദേശീയ ജനറൽ സെക്രട്ടറി പദവി നൽകിയതിലൂടെ രാഷ്ട്രീയ രംഗത്ത് അവരുടെ തിരിച്ചുവരവിനാണ് കളമൊരുങ്ങുന്നത്. രാം മാധവ്, വസുന്ധര രാജ സിന്ധ്യ, ഡി പുരന്ദരേശ്വരി, താരിഖ് മൻസൂർ, തീർത്ത് സിംഗ് റാവത്ത് തുടങ്ങിയ നേതാക്കളെ ഉൾപ്പെടുത്തുക വഴി വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും സാമൂഹിക വിഭാഗങ്ങളിലും പാർട്ടിയുടെ സംഘടനാ സ്വാധീനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവും പിന്നിലുണ്ട്. പുതിയ ടീമിൽ BL സന്തോഷ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയായി തുടരുന്നതും പീയൂഷ് ഗോയൽ ട്രഷററായി എത്തിയതും ശ്രദ്ധേയമാണ്. ബി.ജെ.പിയുടെ പ്രവർത്തന രീതിയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തോടൊപ്പം ശക്തമായ ബൂത്ത് തല സംഘടനയ്ക്കും കേഡർ സംവിധാനത്തിനും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ദേശീയ ടീമിനെ കേവലം നേതാക്കളുടെ പട്ടികയായി കാണുന്നതിനേക്കാൾ അടുത്ത ഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനത്തിനുള്ള കമാൻഡ് ഘടനയായി കാണുന്നതാണ് കൂടുതൽ പ്രസക്തം. പുതിയ പുനഃസംഘടനയിലെ മറ്റൊരു പ്രധാന സന്ദേശം മുതിർന്ന നേതാക്കളെ പൂർണ്ണമായി മാറ്റി നിർത്തുന്ന രീതിയല്ല ബി.ജെ.പി. സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ്. ചില പ്രമുഖ നേതാക്കൾക്ക് പുതിയ ചുമതലകൾ നൽകിയും സംഘടനയുടെ വിവിധ തലങ്ങളിലേക്ക് പുനർവിന്യസിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. പുതിയ ടീമിൽ വനിതകൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കും പ്രാതിനിധ്യം നൽകാനുള്ള ശ്രമവും ശ്രദ്ധേയമാണ്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ദേശീയ ടീമിൽ 12 വനിതകളും 6 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ യുവജന, വനിതാ, OBC തുടങ്ങിയ മോർച്ചകളിലും പുതിയ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹേമാങ് ജോഷിയെ ബി.ജെ.പി. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായി നിയമിച്ചത് യുവ നേതൃത്വത്തിന് നൽകുന്ന പ്രാധാന്യത്തിന്റെ സൂചനയാണ്. അതോടൊപ്പം മാധ്യമ സോഷ്യൽ മീഡിയ സംവിധാനത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ദീർഘകാലമായി ബി.ജെ.പിയുടെ IT സംവിധാനവുമായി ബന്ധപ്പെട്ടിരുന്ന അമിത് മാളവിയുടെ ചുമതല മാറ്റി ദീപക് മഹാസ്കയെ പുതിയ ചുമതലയിൽ കൊണ്ടുവന്നത് പാർട്ടിയുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ തന്ത്രത്തിൽ മാറ്റത്തിനുള്ള സൂചനയായി കാണാം. അതേസമയം പുതിയ ദേശീയ ടീമിനെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദീർഘകാല തയ്യാറെടുപ്പിന്റെ ഭാഗമായും കാണാം. യുവ നേതാക്കളെ ദേശീയ തലത്തിലേക്ക് ഉയർത്തുക, പ്രാദേശിക സമവാക്യങ്ങൾ ശക്തിപ്പെടുത്തുക, സാമൂഹിക വിഭാഗങ്ങളിലേക്കുള്ള പാർട്ടിയുടെ വ്യാപനം വർദ്ധിപ്പിക്കുക, ഡിജിറ്റൽ ആശയവിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയാണ് മുന്നിലുള്ള പ്രധാന ലക്ഷ്യങ്ങൾ. പുതിയ മുഖങ്ങൾക്ക് അവസരം, പഴയ അനുഭവത്തിന്റെ പ്രയോജനം, സാമൂഹിക പ്രാദേശിക സമതുലിതാവസ്ഥ, കേഡർ അധിഷ്ഠിത പ്രവർത്തനം, ഡിജിറ്റൽ ആശയവിനിമയത്തിലെ പുനഃക്രമീകരണം ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പുതിയ ദേശീയ ടീമിന്റെ ശ്രമം. അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു ബി.ജെ.പി. ദേശീയ ഭാരവാഹി പട്ടിക മാത്രമല്ല, അടുത്ത ഏതാനും വർഷങ്ങളിലെ പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാ ദിശ നിർണ്ണയിക്കാൻ നിതിൻ നബീൻ രൂപപ്പെടുത്തിയ പുതിയ സംഘടനാ ബ്ലൂ പ്രിന്റ് കൂടിയാണ്. ജനം, ഡൽഹി.